നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് സർവനാമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. 6 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരോ സർവനാമിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ, പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സർവനാം എന്ന് പറയുന്നത് പ്രോണൗൺ ആണ്, അല്ലെ. നമ്മൾ ഹിന്ദിയിൽ മെയിൻ ആയിട്ടും 11 സർവനാമാണ്. മെയിൻ ആയിട്ടും എത്ര സർവനാമാണ്? 11 സർവനാമാണ്. അതില് मैं, तू, यह, वह, आप, जो, सो, कौन, क्या, कोई, कुछ. 11 ഞാൻ പറഞ്ഞു. മെയിൻ ആയിട്ട് എത്ര സർവനാമ ഉള്ളത്? 11 സർവനാമ ഉള്ളത്, അല്ലെ. ഏതൊക്കെയായിരുന്നു അത്? मैं, तू, वह, यह, आप, जो, सो, कौन, क्या, कोई, कुछ, അല്ലെ. ഇത് 11 ടൈപ്സ് ആണ്. അപ്പൊ ബാക്കി എല്ലാ പ്രൊണൗൺ വേർഡ്സും, അല്ലെ, ഈ ഒരു വേർഡ്സ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അതെന്താണ്? ലിംഗ്, വചൻ, कारक की दृष्टि से अपना रूप बदलते हैं. എന്താണ് പറഞ്ഞത്? ലിംഗ്, ജെൻഡർ. വചൻ, ഏകവചനവും ബഹുവചനവും ഉണ്ട്, അല്ലെ. സിംഗുലറും പ്ലൂറൽ ഫോംസും ഉണ്ട്. കാരക്, കേസസ്. ആ ഇതില് സെന്റൻസിന്റെ ബേസ് ചെയ്തിട്ട് അത് മാറും. ഓക്കെ, സർവനാം സെന്റൻസിന്റെ ബേസില് എന്താണ്? ഇപ്പൊ ഗേൾ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് എന്ത് മാറും? സർവനാം മാറും. ഇപ്പം ഏകവചനില് മേ വരുവാണെങ്കിൽ, അല്ലെ, ഏകവചനില് ഞാനിപ്പോ മേ പറയാണ്, മേനെ ലിഖാ ഥാ. ഓക്കെ, മേ വന്നു. അപ്പൊ ബഹുവചൻ വരുമ്പോ എന്ത് വരും? ഹം, ഹംനെ ലിഖാ ഥാ. തൂ വരുമ്പോ എന്ത് വരും? തും, അല്ലെ. തൂ വരുമ്പോ എന്താ വരിക? തും വരും. യഹ്, യേ. വഹ വരുമ്പോ വേ വരും, അല്ലെ. ഏകവചൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ബഹുവചൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പം സർവനാമില് ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് ടൈപ്പ് എന്തായിരുന്നു സർവനാമില്? പുരുഷവാചക് സർവനാമാണ്. പുരുഷവാചക് സർവനാം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് പുരുഷവാചക് സർവനാം? जिन शब्दों से व्यक्ति का बोध होता है. എന്താണ് പറഞ്ഞത്? ഒരു വേർഡ് വെച്ചിട്ട് ഒരാളെ നമുക്ക് മനസ്സിലാവുകയാണ്, അല്ലെ. അതിനെയാണ് പുരുഷവാചക് സർവനാം എന്ന് പറയുന്നത്. എന്തിനാ പറയണത്? ഒരാളെ, അത് എന്താ? ഗേൾസ് ആവാം അല്ലെങ്കിൽ ബോയ്, അല്ലെ. ഒരു ഗേൾ ആവാം ഇല്ലെങ്കിൽ ബോയ് ആവാം, അല്ലെ. ആ പേരിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തു പറയണത്? പുരുഷ് വാചക് സർവനാം. എന്താ? ഇല്ലെങ്കിൽ എന്താ? പറയുന്ന ആള്, കേൾക്കുന്ന ആള്, ആരെ പറ്റിയിട്ടാണോ പറയണത്, അല്ലെ, അതും എന്താണ്? പുരുഷ് വാചക് സർവനാമാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്. യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് ദ തേർഡ് പേഴ്സൺ, റൈറ്റ്? അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഹിന്ദിയിൽ എന്താണ്? ബോൾനെ വാല, സുൻനെ വാല और जिसके बारे में बोला जाता है, അല്ലെ. പറയുന്ന ആള്, ഇപ്പൊ ഞാനായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, അത് കേൾക്കാൻ ഒരാളുണ്ടാവും, ദാറ്റ് ഈസ് സുൻനെ വാല. ഇനി ആരെ പറ്റിയിട്ടാണോ പറയണത്, ദാറ്റ് ഈസ് ദ തേർഡ് പേഴ്സൺ, അല്ലെ. जिसके बारे में या जिसके विषय में बात होती है उसे उनके लिए प्रयोग किए जाने वाले सर्वनाम को पुरुषवाचक सर्वनाम कहते हैं. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പുരുഷവാചക് സർവനാം എന്ന് പറയണത്. मैं, हम. വക്ത ദ്വാര ഖുദ് കെ ലിയെ, അല്ലെ. പറയുന്ന ഞാൻ അല്ലെങ്കിൽ നമ്മൾ, ഹം എന്ന് പറയുന്നു, അല്ലെ. തും ഓർ ആപ്, നീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക്, അങ്ങനെയും പറയാറുണ്ട്, ശരിയല്ലേ. ഇനി തേർഡ് പേഴ്സൺ ആവുമ്പോ എന്ത് വരും? യഹ്, വഹ്, ഇതൊക്കെ തേർഡ് പേഴ്സണിലാണ് വരാറ്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അല്ലെ, നമ്മള് പുരുഷവാചകില് പറയുന്നതാണ്. എന്താണ്? ഉത്തം പുരുഷ്, മധ്യം പുരുഷ് और अन्य पुरुष. उत्तम पुरुष, मध्यम पुरुष और अन्य पुरुष. ഇതില് ഉത്തം പുരുഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്.
മധ്യം പുരുഷൻ എന്ന് പറഞ്ഞ സെക്കൻഡ് പേഴ്സൺ ആണ്. എന്താ അന്യ പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് പേഴ്സണെയാണ് പറയണത് അല്ലെ. ആരാണോ സംസാരിക്കുന്നത് അതാണ് ഉത്തം പുരുഷ്. ആരാണോ സംസാരിക്കുന്നത് അവരാണ് ഉത്തം പുരുഷ് അല്ലെ. ഇനി ആരാണോ കേൾക്കുന്നത്, ജോ സുൻ രഹാ ഹെ, സുന്നേ വാല, ഉസേ ഹം മധ്യം പുരുഷ് കഹത്തെ ഹെ. കേൾക്കുന്നയാളെയാണ് നമ്മൾ എന്ത് പറയണത്? മധ്യം പുരുഷ്. ദാറ്റ് ഈസ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയണത്. ഇനി ഈ തേർഡ് പേഴ്സൺ ആണ് എന്ത്? അന്യ പുരുഷ് എന്ന് പറയണത്. ഈ തേർഡ് പേഴ്സൺ റൈറ്റ് ആരെ പറ്റിയിട്ടാണോ പറയണത്, എന്ത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണോ പറയണത് അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? അന്യ പുരുഷ്. ഓക്കെ. അപ്പം ഉത്തം പുരുഷില് എന്തൊക്കെ വരും? മേരാ, മേ, ഹം, ഹമാര, മുझे, മുझको, ഹമാരി, മേനെ. ഇന്ന വേർഡ്സ് ഒക്കെ, ഇന്ന സർവനാമൊക്കെ എവിടെ വരും? ഉത്തം പുരുഷിൽ വരും അല്ലെ. മേരാ നാം മാനവ് ഹെ, राइट. हाँ, हम दो मित्र हैं. मुझको आम मीठे लगते हैं. This is coming under ഉത്തം പുരുഷ്. ദാറ്റ് ഈസ് ഫസ്റ്റ് പേഴ്സൺ അല്ലെ. രണ്ടാമത്തെ എന്തായിരുന്നു? മധ്യം ആയിരുന്നു അല്ലെ. മധ്യം പുരുഷവാചകമായിരുന്നു. ഇതിൽ എന്തൊക്കെ വരും? തൂ, തും, ആപ്, തുമ്ഹാരെ, തുമ്നെ, ആപ്നെ, ലൈക്ക് ദാറ്റ് വേർഡ്സ് അല്ലെ. എക്സാമ്പിൾ എന്താ? തും കഹാ ഗയേ ഥേ, വേർ ഡിഡ് യു വെന്റ് അല്ലെ. ഒരാളോട് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു പോയതെന്ന് ചോദിക്കുകയാണ് അല്ലെ. തുമ്ഹാരെ ഘർ മേ കിത്നെ പാൽത്തു ജാൻവർ ഹെ, നിന്റെ വീട്ടിലെ എത്ര പെറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എന്തിൽ വരുന്നതാണ്? നമ്മളുടെ മധ്യം പുരുഷില് സെക്കൻഡ് പേഴ്സണിലാണ് വരുന്നത്. ഇനി അന്യ പുരുഷ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിരുന്നു അല്ലെ. അവിടെ എന്തൊക്കെ വരാം? വേ, യഹ്, വഹ, ഇൻക, ഇൻഹെ, ഉസെ, ഉൻഹോനെ, ഇൻസെ, ഉൻസെ, ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ് വരുന്നത്. ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ് വരുന്നത്. വഹ കൽ വിദ്യാലയ നഹി ആയാ ഥാ, യെസ്റ്റർഡേ ഹി ഡിഡ്ന്റ് കീം ടു ദ സ്കൂൾ, ഇന്നലെ അവൻ സ്കൂളിലേക്ക് വന്നില്ല. ഉസെ ജാനേ ദോ, അവൻ പൊക്കോട്ടെ. ഉന്നെ റോക്കോ മത്, ജാനേ ദോ, അവരെ നിർത്തണ്ട, അവർ പൊക്കോട്ടെ എന്ന് പറയാണ്. ഇൻസെ കഹിയെ ആ ഘർ ജായ്, ഇവരോട് പറയും വീട്ടിലേക്ക് പൊക്കോളൂ എന്നുള്ളത്. അപ്പം അതാണ് എന്ത്? പുരുഷവാചക് സർവനാം. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ ഇതിലാണ് വരുന്നത്. എന്തായിരുന്നു ഹിന്ദിയിൽ നമ്മൾ പറയാ? ഉത്തം പുരുഷ്, മധ്യം പുരുഷ് ഓർ അന്യ പുരുഷ്, റൈറ്റ്. അപ്പം ഇത് മനസ്സിലായല്ലോ. പുരുഷവാചക് സർവനാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ. അതിന്റെ ടൈപ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. പുരുഷവാചക് സർവനാമിലാണ് 3 ടൈപ്സ് വരുന്നത്. ഉത്തം പുരുഷ്, മധ്യം പുരുഷ് ഓർ അന്യ പുരുഷ് വരുന്നത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ അതിലാണ് വരുന്നത്. ഓക്കെ. അപ്പം ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.